ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്താണ് റിലേഷൻഷിപ്പിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കാം. ഓക്കെ, 10 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ആൻഡ് 10 ഓഫ് വൺസ്. Ace of Cups, 3 of Swords, 4 of Swords, Star, Hierophant, Four of Cups, Page of Wands. ഇപ്പോൾ കറൻലി ഉള്ള നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ട്രാൻസിഷൻ നടന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരുപാട് സന്തോഷത്തിലുണ്ടായിരുന്ന നിങ്ങൾ ഇപ്പോൾ ആ സന്തോഷം നിന്ന കാര്യം എന്താണോ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു ദുഃഖത്തിലേക്ക് പോയിരിക്കുന്നു, അല്ലെങ്കിൽ മൊത്തത്തിൽ ബേൺ ഔട്ടായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. ഒരുപാട് സഫർ ചെയ്തതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഒരു 10 ഓഫ് കപ്സ് എനർജിയാണ് ആദ്യമേ വന്നിട്ടുള്ളത്. അതിനുശേഷം ഈ 10 ഓഫ് വൺസ് ആണ്. അത്രയും നിങ്ങളെ സന്തോഷിപ്പിച്ച, നിങ്ങൾക്കൊരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് തന്ന ഒരു സംഗതി ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാരമായിട്ടല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ നിങ്ങളെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സ്നേഹം തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വേദനയ്ക്കുള്ള കാര്യം. നമ്മൾ ചില സമയത്ത് പറയാറുണ്ട്, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഓവറായി കഴിഞ്ഞാൽ അത് നമുക്ക് ദൂഷ്യം ചെയ്യുന്നു പറയുന്നത് പോലെ, നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചതുപോലെ ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു സ്നേഹക്കൂടൽ തന്നെ നിങ്ങൾക്കൊരു പെയിൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നിരിക്കുന്നതായിട്ട് തന്നെ കാണാം. ചിലപ്പോൾ അത്രയും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം. അത്രയും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് നിങ്ങളുടെ ബന്ധത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയാണ്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന സ്ഥലത്താണ് ഇപ്പോൾ നിങ്ങൾ ആകെ ബേൺ ഔട്ടായിട്ടിരിക്കുന്ന ഒരു എനർജിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് നശിപ്പിച്ചതും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളിതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാനായിട്ട് ഒരുപാട് തവണ നോക്കിയിട്ടുണ്ടാവാം, പക്ഷേ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആകെ ബേൺ ഔട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, വഴിപാടുകൾ കഴിപ്പിച്ചിട്ടുണ്ടാവാം, ആ ഒരു വ്യക്തിയോട് ബെഗ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം, പല രീതിയിൽ പല കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഒന്നിനും ഒരു റിസൾട്ട് കാണുന്നില്ല. അപ്പം അതിൻ്റെ ഒരു നൈരാശ്യം നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ട്. ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ വളരെ സൈലൻ്റ് ആയിട്ട് ഒന്നും മിണ്ടാതെ ചടഞ്ഞുകൂടി ഇരുന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന തന്നെ അതാണ്, എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹാപ്പി ആവാനായിട്ട് കഴിയുന്നില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ പല സന്തോഷങ്ങളും കടന്നു വന്നു കഴിഞ്ഞാലും ആ ഒരു മിസ്സിങ് ഫീൽ, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു നഷ്ടബോധം തന്നെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒട്ടും ഒരു ഹാപ്പിനെസ് ഇല്ല. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു മനസ്സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു ഉണർവുണ്ടാകുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യാന്ത്രികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ മനസ്സ് അവിടെയൊന്നും അല്ല. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഈ ഒരു വ്യക്തിയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇത് വിട്ട് പുറത്തേക്ക് പോകാമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ സ്നേഹക്കൂടൽ തന്നെ അത്രയേറെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഒരു ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പം അത്രയും സ്നേഹം വന്നത് ഈ ഒരു ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. ആ ഒരു ഹൃദയം തന്നെയാണ് കീറിമുറിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഓവറായിട്ടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ അത്രയും ആ ഒരു
സ്നേഹം നിങ്ങൾ കൊടുത്തത് തന്നെ നിങ്ങൾക്കൊരു പാരയായിട്ട് വന്നിരിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിങ്ങളുടെ എനർജി ചിലപ്പോൾ പോകാനായിട്ട് സാധ്യതയുണ്ട്. ചില സമയത്ത് നിങ്ങൾ അത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഹോപ്പ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാം. ചില സമയത്ത് നിങ്ങൾ തന്നെ ആ ഒരു വീണിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അതായത് പിന്നെയും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയിലൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ കടന്നു വരുന്നു. ആ ഒരു എനർജി നമുക്ക് കാണാം. അപ്പോൾ അതായത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടാവും. ചില സമയത്ത് അത്രയും പ്രതീക്ഷയോടുകൂടി ഹോപ്പോടുകൂടി ഇല്ല, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സ് നടത്തി തരും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം നിങ്ങൾ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഹോപ്പ് നിങ്ങൾക്കുണ്ട്. എന്നാൽ ചില സമയത്ത് മൊത്തത്തിൽ നഷ്ടബോധമാണ്. ചില സമയത്ത് ഇത് കയ്യിൽ നിന്ന് പോകും. നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് വെക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോക്കസ് ഇപ്പോഴും ഈ ഒരു വ്യക്തിയിൽ റിലേഷൻഷിപ്പിൽ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണോ. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും പഠിച്ച പണി 18 എടുത്തിട്ടും നടന്നിട്ടില്ല. അതിനകത്ത് തന്നെ ചെന്ന് പെട്ടിരിക്കുന്ന ഒരവസ്ഥ. എപ്പോഴും മനസ്സിനൊരു വിങ്ങലായിട്ടിരിക്കുന്ന അവസ്ഥ. പാർട്ട്ണറെ ഒരുപാട് സ്നേഹിച്ച ഏതൊക്കെയോ വ്യക്തികളുടെ എനർജിയാണ്. എന്നാൽ ആ ഒരു പാർട്ട്ണറിൽ നിന്ന് തന്നെ ഒരുപാട് വിഷമവും സഹിച്ചിരിക്കുന്നു. എല്ലാം ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല. മേ ബി ആ ഒരു ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെയായിരിക്കും അത് വിട്ട് കളയാൻ ഇത്രയും ബുദ്ധിമുട്ട്. ആ ഒരു വ്യക്തിയോടുള്ള ഒരു ആത്മാർത്ഥമായ സ്നേഹം, നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു സ്നേഹം തന്നെ നിങ്ങൾക്ക് വിനയായിട്ട് വന്നു. സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണല്ലോ വിട്ടു പോകാൻ കഴിയാത്തത്. അപ്പോൾ അതാണ് നമുക്കിവിടെ പ്രസൻ്റ്ലി വന്നിരിക്കുന്ന എനർജി കേട്ടോ. ഇപ്പോൾ കറൻറ്റ്ലി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ എനർജി ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതായത് എപ്പോഴും ഈ ഒരു നഷ്ടബോധം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വേറെ പല ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് കാണാതിരിക്കുന്ന ഒരവസ്ഥ. ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിലേ ഞാൻ സന്തോഷിക്കൂ എന്നുള്ള ഒരു പിടിവാശി നമുക്ക് ഇവിടെ തന്നെ കാണാം. ആ ഒരു പിടിവാശി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് എൻ്റെ മുന്നിൽ പല കാര്യങ്ങളുണ്ട്, പക്ഷേ ഞാൻ നഷ്ടപ്പെട്ടതിനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കും എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് വിട്ട് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ആയിട്ട് മുന്നോട്ട് വരേണ്ട ആവശ്യമുണ്ട്. നമുക്കിപ്പോൾ പോസിറ്റീവായിട്ട് വിചാരിക്കാം, ഫുൾ ഫോക്കസ് കൊടുക്കാം. ചിലരാണെന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം. എല്ലാം നമ്മളുടെ ചോയ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു വളരെ ഡൗൺ എനർജിയിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരെങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ നമ്മൾ ജസ്റ്റ് ഒരു ഓവറോൾ എനർജി ആയിട്ടാണ് എടുത്തതെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ കുറച്ചും കൂടി ഡീപ്പായിട്ട് എങ്ങനെയാണ് ഇവരൊരു പ്ലാനിങ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എങ്ങനെയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, 7 ഓഫ് സോഡാണ്. ഒരു കാർഡും കൂടി എടുക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്ത്, 10 ഓഫ് കപ്സ്, ലവേഴ്സ് എനർജി, Ace of Wands, 5 of Pentacles, Knight of Pentacles, Queen of Cups, 3 of Swords,
King of Swords, Ace of Swords, Two of Swords, Two of Cups. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളുടെ ഒരു സ്യൂട്ടുമായിട്ട് അതെങ്ങനെയാണ് കണക്റ്റായി പോകുന്നത്. അത്രയും നന്നായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നോണം ഈ ഒരു വ്യക്തിയുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടേത് നമ്മൾ നോക്കിയപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന രണ്ട് മെയിൻ എനർജീസ് 10 ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് വാണ്ട് ആണ്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷത്തോടെ ഇരുന്നൊരു സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾ ബേൺ ഔട്ടായി പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ഓഫ് സൂട്ട്സ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇതിനകത്ത് ചീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെയിൽ നമുക്ക് ആ ഒരു ഹാർട്ട് ബ്രേക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. നിങ്ങൾ അത്രയും വിശ്വസിച്ച് അത്രയും സ്നേഹം കൊടുത്ത ആ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഇവരുടെ എനർജിയിലും അത് കാണാം. സോ ഈ ഒരു പേഴ്സൺ അത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ ചീറ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചത് ആ ഒരു ചീറ്റിംഗ് തന്നെയാണെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ ഒളിച്ചു വെച്ച് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാനിഷ് ആവുന്നത് പോലെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ പേഴ്സൺ ആയിരിക്കാം. ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു ഐഡിയയും കൊടുക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് യാതൊരു കാര്യം തുറന്ന് പറയാതെ പെട്ടെന്ന് അവരെ ഒരു തകർച്ചയിലേക്ക് കൊണ്ടിടുക. അപ്പോൾ പതിയെ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെയും അവർക്കത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു ക്ലൂ പോലും കൊടുക്കാതെ ഫുള്ളി അവിടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അങ്ങേയറ്റം അടിപതറി പോകുന്ന സിറ്റുവേഷനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നമുക്ക് കാണാം നിങ്ങൾ ചതിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ വ്യക്തിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. പക്ഷേ കറൻലി ഈ ഒരു പേഴ്സൺ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സോളിഡ് ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അവസാനിച്ചു എന്ന് കരുതിയോടത്ത് നിന്ന് വീണ്ടും ഒരു റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ എനർജി നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം കറൻ്റ്ലി നോ കോൺടാക്റ്റിലുള്ളവരാണ്. തീർത്തും നോ കോൺടാക്റ്റിലുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവസാനിച്ചു എന്ന് കരുതിയോടത്ത് നിന്ന് വീണ്ടും തുടങ്ങാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സ്പ്രെഡിൽ വന്നിട്ടുള്ള രണ്ട് കാർഡ്സ് നമുക്ക് ഇവിടെയും കാണാം. ഈ ഒരു 10 ഓഫ് കപ്സ് എനർജി, അതുപോലെ തന്നെ ഈ ഒരു 3 ഓഫ് സോഡ്. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ള ഒരു എനർജീസാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ വീണ്ടും ആ ഒരു 10 ഓഫ് കപ്സ് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നമ്മൾ നോക്കിയപ്പോൾ നിങ്ങൾക്കായിരുന്നു ആ ഒരു 10 ഓഫ് കപ്സ് എനർജി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കറൻലി ഈ ഒരു പേഴ്സൺ ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആയിരിക്കാം. അവിടെ നിന്നായിരിക്കാം നിങ്ങളെ ചതിച്ചിട്ട് ഈ ഒരു വ്യക്തി പോയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അതിലേക്ക് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ എനർജി. ഇവിടെ നമുക്ക് ആ ഒരു ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്തൊക്കെ ചോയ്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ഈ ഒരു പേഴ്സൺ ചെയ്തത്. എന്താണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങി വരണം എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരുപാട് ചോയ്സസ് ഉണ്ടെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പെട്ടുപോയ ചിലപ്പോൾ പ്രലോഭനം കൊണ്ട് പോകുന്നവരുണ്ട്, സ്വന്തം കാര്യം നോക്കി സെൽഫിഷായിട്ട് പോകുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എനിക്കതൊന്നും അല്ല, എൻ്റെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ഇതാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്കായിരുന്നു എന്നോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന് റിയലൈസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് ഹാർട്ട് ബ്രേക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിട്ടുള്ള വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കിയത് കൊണ്ടോ ആ ഒരു വ്യക്തി വീണ്ടും ഇതിനകത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഏസ് ഓഫ് വാണ്ട്സ് ആൻഡ് ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയും കാണാം. അതായത് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. എവിടെയാണോ അവസാനിച്ചത് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി പുതിയതായിട്ട് നമുക്ക്
വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരാഗ്രഹം നല്ലതുപോലെ ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല ഒരു കണക്ഷൻ നമുക്കിവിടെ കാണാം. ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും മേ ബി നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടതുപോലെ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് അതുകൊണ്ടായിരിക്കും. എത്ര ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും ഇതിനകത്തേക്ക് തന്നെ വരുന്നു. നിങ്ങളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇത് മാത്രമാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ വിട്ടുപോകാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളും അതിനകത്ത് തന്നെ പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നോ കോണ്ടാക്റ്റിൽ പോകുന്ന രണ്ട് വ്യക്തികളുടെ എനർജിയാണ്. റീസെൻ്റായിട്ട് നടന്ന ഒരു സംഭവമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ അകന്ന് കഴിയുന്ന, അല്ലെങ്കിൽ പാർട്ണർ ചതിച്ചിട്ട് പോയി എന്ന് വിചാരിച്ച് ഇപ്പോഴും അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ വിഷമിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയോടുകൂടിയൊക്കെ കാത്തിരിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇതിനകത്ത് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് ഇത് കൂടുതലും റെസനേറ്റ് ആവുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ടൈം പീരീഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിനുള്ളിൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാം. ഇവർക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു അവസ്ഥ ഒക്കെ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ വെറുതെ ഒരു തിരിച്ചു വരവ്, അല്ലാന്നുണ്ടെങ്കിൽ ചില കേസിൽ നമ്മൾ നോക്കുമ്പോൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു കോൺടാക്റ്റ് ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അവർ കോൺടാക്ട് ചെയ്യാനൊക്കെ അത്ര ഏർജ് ആയിട്ടിരിക്കുന്നൊരു ഇത് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു സോളിഡ് ഫൗണ്ടേഷൻ എന്ന് നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു ഫോം ഫൗണ്ടേഷൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് ഒരു തുടക്കം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു നമ്മളൊരു എന്താ പറയുന്ന ഒരു പില്ലർ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് എന്നീ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ അവരിപ്പോൾ കറൻ്റ്ലി ഏതെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ഇതുവരെ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോൺടാക്റ്റും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇവർക്ക് കുറച്ച് നിങ്ങളോട് പല കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ചീറ്റ് ചെയ്ത് പോയതാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും പറയാത്തതുണ്ടാവാം. നിങ്ങൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവാം. ഈ ഒരു പേഴ്സൻ്റെ വായിൽ തന്നെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയണം, അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്കും അതെ, നിങ്ങളോട് പല കാര്യങ്ങളും ഹോണസ്റ്റായിട്ട് തുറന്ന് പറയാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരതിനുള്ളൊരു ധൈര്യം സംഭരിക്കുന്നു എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ചിലപ്പോൾ പല കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുമ്പോൾ അവരുടെ ഒരു കള്ളി വെളിച്ചത്തായി അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഓപ്പണായിട്ട് സമ്മതിക്കുന്നതിന് തുല്യമായിരിക്കും. എങ്കിലും അതെല്ലാം ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത് മാത്രമല്ല, ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് കുറച്ചൊരു സ്ട്രോങ് ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. പക്ഷേ സ്ലോ പേസും കൂടിയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആണെന്നുണ്ടെങ്കിലും എല്ലാ ഒരു ധൈര്യം സംഭരിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പല കാര്യം ഹോണസ്റ്റായിട്ട് പറയാനാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഫൈനലി വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് എനർജിയാണ്. കാരണം ഇവിടെ 2 ഓഫ് കപ്സ് ആൻഡ് ലവേഴ്സ് എനർജി രണ്ടും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് എനർജി ആണെന്നുണ്ടെങ്കിലും അത്രമേൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട് അവരുടെ ഒരു പെർഫെക്റ്റ് കമ്പാനിയൻ എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് മനസ്സിലായിരിക്കുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഏത് രീതിയിൽ വരണം അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട്. കാരണം നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല നിങ്ങൾ കാത്തിരിക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് മാറിയിട്ടുണ്ടാവുമോ, ഇനി ഒരു വ്യക്തി വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഭീകരമായിട്ടുള്ള ചീറ്റിംഗ് ബാക്ക് സ്റ്റാപ്പിംഗ് ഒക്കെ ചെയ്ത് പോയതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ വായിലിരിക്കുന്ന മുഴുവൻ അവർ കേൾക്കാൻ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ട്. പക്ഷേ എല്ലാം സത്യസന്ധമായിട്ട് തുറന്ന് പറഞ്ഞ് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. അതാണ് ഈ ഒരു വ്യക്തിയുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചൊരു സ്ലോ ആയിട്ടാണെന്നുണ്ടെങ്കിലും എനിക്ക് പതിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊന്ന് മനസ്സിലാക്കണം എന്നവർ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഓപ്പൺ ആൻഡ് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ പാർട്ട്ണർ ചതിച്ചു പോയി എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ കരഞ്ഞിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ആ ഒരു പേഴ്സൺ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു എനർജി തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റേതെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുമ്പോൾ അവർക്ക് ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഹൈഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നിങ്ങളോട് വ്യക്തമായിട്ട് തുറന്ന് പറഞ്ഞ് സംസാരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയിലാണ് കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ
ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി തിരിച്ചു വരാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചൊക്കെ പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾക്കൊരു നീതി കിട്ടാനായിട്ടൊക്കെ പ്രാർത്ഥിച്ചും കരഞ്ഞുമൊക്കെ ഇരുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ ദി ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പ്രെഡാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത്രയും പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു ചേഞ്ച് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പം ആർക്കൊക്കെ അത് കൂടുതൽ റെസനേറ്റ് ആവും എന്നുള്ളത് നമുക്കറിയാം. Okay, January month. Kasargod. Number 26. Letter O. Number 21. Virgo zodiac sign. March month. Pathanamthitta. Idukki. Letter N. Karthika. Number 22. Letter A. Kottayam district. Chodi Nakshatram. Kannur district. Punardam Nakshatram. Cancer zodiac sign. Letter M. Pisces zodiac sign. Number 19. July month. Letter R. And finally letter P. അപ്പോൾ നമുക്ക് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്ന ഇതൊക്കെയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആദ്യമേ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി കണക്ട് ആവാനായിട്ട് കഴിയും. എങ്കിലും ഇത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ആയതുകൊണ്ടാണ് നമ്മൾ ക്ലൂസ് കൂടി എടുത്ത് നോക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു വ്യക്തി എത്രയും വേഗം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവരൊന്ന് ആലോചിച്ച് സാവകാശം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അത് എത്രയും വേഗം നിങ്ങളിലേക്ക് വന്ന് കിട്ടാനായിട്ട് യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.